إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പുണ്യത്തിന്റെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ വിട പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധ റമദാനിലൂടെ നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. പാപത്തിന്റെ കറകളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിന്റെ പാരായണം എവിടെ എത്തി നിൽക്കുന്നു? ദാനധർമ്മങ്ങൾ റമദാനല്ലാത്ത കാലത്തേക്കാളും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യം നിറഞ്ഞു നിൽക്കുന്ന അവസാന നാളുകളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ പള്ളിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റുപറയുവാൻ അവന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനകളും ദിക്റുകളുമായി ഒരു രാത്രിയെങ്കിലും നമ്മെ അറിയാവുന്ന, നമ്മുടെ പാപങ്ങൾ അറിയാവുന്ന ഏകനായ സർവാധിനാഥനായ റബ്ബിനെ ഓർത്തുകൊണ്ട് നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ റമദാനിന്റെ അവസാന നാളുകളിൽ ആദ്യമുണ്ടായിരുന്ന ഊർജ്ജസ്വലതയും അതേപോലെ തന്നെ പ്രവർത്തനത്തിലുള്ള കർമ്മനൈരന്തര്യവുമൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മഹാനായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പൂർവികരായ സലഫു സ്വാലിഹീങ്ങൾ, അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റമദാനിലുള്ള ആളുകളുടെ ആരാധനകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് യതഅബ്ബദൂന ഫീ റമദാൻ, അവർ റമദാനിൽ സജീവമായി ഇബാദത്തുകൾ നിർവഹിക്കുന്നു. ഫഇദൻ സലഖ റമദാൻ തറകൂ, റമദാൻ അവസാനിക്കാറാകുമ്പോൾ, റമദാൻ വിട പറയാറാകുമ്പോൾ അവർ ആ നന്മകളെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത് എന്നാണ് റമദാനിലേക്ക്, റമദാനിന്റെ അവസാന നാളുകളിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുമ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ച് പറയുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം. എന്താണ്? വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ബിഅ്സൽ ഖൗം ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ റമദാൻ, റമദാനിൽ മാത്രമാണ് അവർ അള്ളാഹുവിനെ അറിയുന്നത്, അള്ളാഹുവിന്റെ കൂലിയെ മനസ്സിലാക്കുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരിക്കുന്നത് വരെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കണം. മരിക്കുന്നത് വരെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. മരിക്കുന്നത് വരെ 5 നേരത്തെ നമസ്കാരം നമ്മൾ നിർവഹിക്കണം. മരിക്കുന്നത് വരെ അതേപോലെ തന്നെ ദിക്റുകളും ദുആകളും നമ്മൾ ചൊല്ലണം. അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഇഅ്തികാഫിരിക്കണം. മരിക്കുന്നത് വരെ എല്ലാവിധ സൽക്കർമ്മങ്ങളിലും നമ്മൾ നിരതരാകേണ്ടതുണ്ട്.
കാരണം നമ്മൾ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, നരകമോചനം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസാന നാളുകളെ നമ്മളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അവർ മനസ്സിലാക്കുന്നത് പരിശുദ്ധ റമദാനിന്റെ 27ാമത്തെ നോമ്പാണെന്ന്. ഇതോടുകൂടി റമദാൻ ഇവിടെ അവസാനിക്കുകയാണ്, റമദാനിന്റെ നന്മകൾ അവസാനിക്കുകയാണ്. ഇനി റമദാനല്ല, ഇനി പെരുന്നാളിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഈ ആളുകളുടെ മനസ്സിലുണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ അതിന്റെ ഏറ്റവും അവസാന സമയം 27ഓടുകൂടി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ, നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. 28നും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം, 29നും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം, 30ാം രാവിലും നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇൽതമിസൂഹാ ഫിൽ അശരിൽ അവാഖിരി, അവസാനത്തെ 10 ദിവസങ്ങളിലാണ് നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ 27ന് മാത്രമാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്. അതിനുശേഷം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് വരും ദിനങ്ങൾ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ തൗഫീഖുള്ള ദിനങ്ങളാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, വേറെ ചില ആളുകളുണ്ട്, റമദാനിന്റെ അവസാന നാളുകൾ എത്തുമ്പോൾ അവർ ചിന്തിക്കുന്നത്, അള്ളാഹുവേ, ഈ റമദാനും തിരക്കുകൾ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല, ഇനി ആകെ 2-3 ദിനങ്ങളേ ഉള്ളൂ, ഇനി അടുത്ത റമദാൻ വരട്ടെ, അടുത്ത റമദാൻ മുതൽ എനിക്കൊന്നുകൂടെ ഉഷാറാക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നിരാശപ്പെട്ട് ഇബാദത്തുകളിൽ നിന്ന്, അമലുകളിൽ നിന്ന്, തൗബയിൽ നിന്ന്, ഇസ്തിഗ്ഫാറിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നിന്ന്, ഇഅ്തികാഫിൽ നിന്ന് മാറി നിൽക്കുന്നവരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, നരകത്തിന്റെ അമല് ചെയ്യുന്നൊരു മനുഷ്യനുണ്ട്. ഹത്താമാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അവനും നരകത്തിന്റെയും ഇടയിൽ ഒരു ചാണ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അവൻ നരകത്തിൽ പ്രവേശിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾ നരകത്തിലെത്താൻ ഒരു ചാണ് മാത്രമേ ബാക്കിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ കിതാബ് അവനെ മറികടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അവസാന നിമിഷത്തിൽ അവൻ സ്വർഗത്തിന്റെ പണിയെടുക്കും. അവസാന സെക്കൻഡുകളിൽ അവൻ സ്വർഗത്തിന്റെ പണിയെടുക്കും. ഫയദ്ഖുലഹാ, അങ്ങനെ അവൻ അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്നു. ഇങ്ങോട്ട് നോക്ക്, നരകത്തിന്റെ പണിയെടുത്ത് ഏറ്റവും അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാണ്? അയാൾ സ്വർഗത്തിന്റെ പണിയെടുക്കാൻ, അയാൾ സ്വർഗത്തെ പ്രവേശിപ്പിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അല്ല പറഞ്ഞത്, വഇന്നൽ അഅമാൽ ബിഖവാതീമിഹാ, അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് അവസാനം നോക്കിയിട്ടാണ്, അന്ത്യം നോക്കിയിട്ടാണ് നമ്മുടെ അമലുകൾ പരിഗണിക്കുന്നത്, അമലുകൾ സ്വീകരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇന്നർ റജുൽ, ഒരു മനുഷ്യൻ, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരന്റെ പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ, അത്താമാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അവനും അവന്റെ സ്വർഗത്തിന്റെ ഇടയിൽ ഒരു ചാണ് മാത്രം വ്യത്യാസമുള്ളൂ, സ്വർഗത്തിലെത്താൻ ഒരു ചാണ് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ കിതാബ് അവനെ മറികടക്കുന്നു. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, ഏറ്റവും അവസാന നിമിഷത്തിൽ നരകക്കാരന്റെ പണി ചെയ്യുന്നു. ഫയദ്ഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാന നിമിഷം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്തി കളയേണ്ടതല്ല. അത് പടച്ച റബ്ബ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ തൗഫീക്കാണ്. അവസാനം നോക്കിയിട്ടാണ് നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്നത് എന്ന കൃത്യമായ ബോധം, കൃത്യമായ ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏത് സമയത്താണ് മരണം പിടികൂടുകയെന്ന് നമുക്കാർക്കും അറിയില്ല. അടുത്ത റമദാനിൽ ഈ ഇരിക്കുന്നത് പോലെ ഈ പള്ളിയിൽ നമുക്ക് ഇരിക്കാൻ കഴിയുമെന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ ഇരുന്നിരുന്ന പലരും ഇന്ന് ഖബറുകളിലാണ്, പലരും രോഗക്കടക്കയിലാണ്, പലരും നോമ്പെടുക്കാൻ കഴിയാത്തവരാണ്, പലരും തറാവീഹ് നിസ്കരിക്കാൻ കഴിയാത്തവരാണ്, പലരും ബോധക്കെട്ട് കിടക്കുന്ന അവസ്ഥയിൽ വരെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു കാര്യമുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബരിൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിച്ചു, മൻ സ്വാഹിബു ആദൽ ഖബർ, ഈ ഖബർ കിടക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറഞ്ഞു, ഫുലാനുൻ, അത് ഇന്നാൽ ഇന്ന വ്യക്തിയാണ് നബി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ അറിയോ? റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും, 2 റക്അത്തായിരിക്കും ഇദ്ദേഹത്തിന്
നിങ്ങളുടെ ദുനിയാവിലുള്ള സമ്പാദ്യത്തെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് സ്വന്തം വീടിനേക്കാൾ, സ്വന്തം ജോലിയേക്കാൾ, സ്വന്തം വാഹനത്തെക്കാൾ, സ്വന്തം ഭാര്യയേക്കാൾ, സ്വന്തം മക്കളെക്കാൾ എല്ലാത്തിനേക്കാളും ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്താ അറിയോ? ഒരു 2 റക്അത്ത് നിസ്കാരം. വേറൊരു ഹദീസിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? റകഅത്താനി ഖഫീഫത്താനി, ഏറ്റവും ലഘുവായ 2 റക്അത്ത്. മിമ്മാ തഹ്കിറൂൻ, നിങ്ങൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്തില്ലേ, പള്ളി കയറുമുള്ള 2 റക്അത്ത്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത്, മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത്, നമ്മൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്തില്ലേ, ആ 2 റക്അത്ത് നമസ്കാരമായിരിക്കും ദുനിയാവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങൾ കാണുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ അമലുകൾക്കുള്ള ഏറ്റവും നല്ല അവസരമാണ്, ഏറ്റവും നല്ല തൗഫീഖാണ്. അത് ഉപകാരം ചെയ്യണം. മഹാന ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറാളികളോട് പറയപ്പെട്ടാൽ, തമന്നൗ, ഖബറാളികളോട് പറയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പറയൂ, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ആഗ്രഹിക്കാമെന്ന് ഖബറാളികളോടെങ്ങാനും പറഞ്ഞാൽ ഖബറാളികൾ എന്താ പറയാന്നറിയോ? ലതമന്നൗ യൗമൻ മിൻ റമദാൻ, അല്ലാഹുവേ റമദാനിൽ ഒരു ദിനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, റമദാനിലെ ഒരൊറ്റ ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാര് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ച് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയില്ല. ഈ റമദാൻ കൊണ്ട് നമുക്ക് സ്വർഗത്ത് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത്? മൻ ഖശിയർ റഹ്മാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. എങ്ങനെ? ബിൽ ഗൈബ്, നമ്മളും അള്ളാഹും അറിയുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാണോ അവർക്കാണ് നാളെ സ്വർഗം കൊടുക്കുന്നത്. ഈ സ്വർഗത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അത്യധ്വാനം ചെയ്തത്, അമലുകൾ ചെയ്തത്, നിർത്താതെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നത്, നമസ്കാരം നിർവഹിച്ചത്, ഇബാദത്തുകളിൽ അവർ നിറഞ്ഞു നിന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസരം 27, 28, 29 ഇതൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളാണ്. ഒരിക്കലും പെരുന്നാളിന്റെ ചിന്തകൾ മാത്രമായി അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. ഒരിക്കലും സ്വർഗക്കാരന്റെ പണി ചെയ്ത് നരകം ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു ദൗർഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗത്ത്, മരണമില്ലാതെ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് അമല് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ റമദാൻ. ഈ അവസാന നിമിഷങ്ങളും എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ്? അത് അദ്വമുഹ, പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഈ റമദാൻ വിട പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സു തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ റമദാൻ വിട പറയുമ്പോൾ നമുക്ക് സ്ഥിരമായി ചെയ്യുന്ന ചില കർമ്മങ്ങൾ ഉണ്ടാകണം. 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി നിർവഹിക്കാൻ നമ്മൾ തീരുമാനമെടുക്കണം. എല്ലാ രാത്രിയിലും നമുക്ക് രാത്രി നമസ്കാരം ഉണ്ടാകണം. ഒരു സുബഹിയുടെ സുന്നത്തും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഫർള് നമസ്കാരങ്ങളോടനുബന്ധിച്ചുള്ള ഐച്ഛികമായ റവാത്തിബ് സുന്നത്തുകൾ 12 എണ്ണമുണ്ട്. ആ 12 എണ്ണം നിർവഹിച്ചാൽ സ്വർഗത്തിലൊരു വീടെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. കഴിയുന്നതത്രയും റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കണം. ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാത്ത ദിനം നമ്മുടെ ദിനങ്ങളിൽ ഉണ്ടാകരുത്. ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാത്ത ദിനം നമ്മുടെ ദിവസങ്ങളിൽ ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, ദിക്റുകളും ദുആകളും ചൊല്ലാൻ എന്തൊരു അവസരമാണ്! അതിന് ഇത്രക്കാരം സമയം വേണോ? ഒന്ന് രാവിലെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ നമ്മുടെ മൊബൈലെടുത്ത് അതിലെ അദ്കാറിന്റെ ആപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ രാവിലത്തെ ദിക്റുകൾ മുഴുവനും ചൊല്ലാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം എടുത്തു കഴിഞ്ഞാൽ അദ്കാറുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ നമുക്ക് ചൊല്ലാൻ കഴിയും. ഇത് മുഴുവനും അള്ളാഹു നമുക്ക് തരുന്ന പ്രൊട്ടക്ഷനാണ്.
ഈ ലോകത്ത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിർഭയത്വമാണ്, നമുക്ക് തരുന്ന പ്രൊട്ടക്ഷനാണ്. അത് നമ്മൾ ആരും അത് ഏറ്റുവാങ്ങാൻ സന്നദ്ധരാകുന്നില്ല എന്നതാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെയും അതേപോലെ തന്നെ പ്രശ്നങ്ങളുടെയും കാതലായ കാരണമെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിലാക്കിക്കൊള്ളി, മനസ്സിന് സമാധാനം കിട്ടുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള ദിക്റുകൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനുങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാൻ. ഈ പള്ളിയിൽ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്നിട്ട് ഞാൻ ചോദിക്കാൻ, ഞാനുങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങി വന്നവർ എത്ര പേരുണ്ട്? അവർ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. വാഹനത്തിലേക്ക് കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഫദ്കുറൂനി, അത് കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്തോ, ഞാൻ നിങ്ങളെ ഓർക്കും. ലോകത്തൊരാളും നമ്മൾ ഓർക്കുന്ന ആരും നമ്മൾ ഓർത്തുകൊള്ളണമെന്നില്ല. നമ്മൾ എത്ര പേരെ ഓർക്കുന്നുണ്ട്? നമ്മളെ ഭാര്യനെ ഓർക്കുന്നുണ്ട്, ഭർത്താവിനെ ഓർക്കുന്നുണ്ട്, മക്കളെ ഓർക്കുന്നുണ്ട്. അവരാരെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നമുക്ക് പരിഗണന കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, മനസ്സ് വെക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹുവിന്റെ പരിഗണന, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ബറക്കത്ത്, അത് നമുക്ക് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റുകൾ ചൊല്ലണമെന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റമദാനിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് ഈ റമദാനിനോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. ജീവിതത്തിൽ എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ഏത് പ്രതിബന്ധങ്ങളും പരീക്ഷണത്തിൻ്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് സ്വർഗം കിട്ടണമെന്ന സ്വപ്നവുമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനെ സാക്ഷാത്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുണ്ട്, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ. സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ളൊരു ഇടം ലഭിക്കുന്നതാണ് ദുനിയാവും അതിനുള്ള എല്ലാ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാളും ഉത്തമം. എന്ന് പറഞ്ഞാൽ ദുനിയാവിനെയും സ്വർഗത്തിനെയും താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ എന്തുള്ളൂ, ഈ ദുനിയാവിലെ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അഅദത്തു ലി ഇബാദിയ സ്വാലിഹീൻ, എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ തയ്യാറാക്കിയത് മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ്, വലാ ഉദിനുൻ സമിയത്ത്, ഒരു കാതും കേൾക്കാത്തതാണ്, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്തതാണ് സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, അവസാനം വരുന്ന വ്യക്തിയോട് അല്ലാഹു പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കടക്കുക. അയാൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അല്ലാഹുവേ, സ്വർഗക്കാരൊക്കെ സ്വർഗത്തിലേക്ക് കടന്നു, അവസാനം പ്രവേശിപ്പിക്കുന്ന എനിക്ക് എന്താണ് സ്വർഗത്തിലുള്ളത് അല്ലാഹുവേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? നിനക്ക് ദുനിയാവിലെ ഒരു രാജാവിന്റെ സൗകര്യങ്ങൾ തന്നാൽ നിനക്ക് തൃപ്തിപ്പെടുമോ? ലോകത്തേറ്റവും അറിയപ്പെടുന്ന ഒരു രാജ്യം സൗദി അറേബ്യ, അത് രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. ആ സൽമാൻ രാജാവിന് കിട്ടുന്ന സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ തന്നാൽ നിനക്ക് തൃപ്തിപ്പെടുവോ എന്ന് നമ്മൾ താരതമ്യം ചെയ്ത് പറഞ്ഞാൽ ആ വ്യക്തി പറയാണ്, പടച്ചോനെ എനിക്കത് മതി. അല്ലാഹു പറയാണ്, പോരാ, അതിന്റെ അഞ്ചരട്ടി നിനക്കുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നീ ആഗ്രഹിക്കുന്നതെല്ലാം ഈ സ്വർഗത്തിലുണ്ട്, നീ കൊതിക്കുന്നതെല്ലാം ഈ സ്വർഗത്തിലുണ്ട്, നിന്റെ കണ്ണിന് ആനന്ദമുള്ളതെല്ലാം ഈ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തി പറയുന്നുണ്ട്, അല്ലാഹുവേ റദിയതു റബ്ബി, അല്ലാഹുവേ എനിക്ക് മതി. സഹോദരങ്ങളെ,
ഈ സ്വർഗമാണ് നമ്മൾ കൊതിക്കേണ്ടത്. ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം. ഈ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മുടെ സഹാബത്ത് ത്യാഗം അനുഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സഹാബാ വനിത കടന്നു വരുന്ന ഒരു ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. ഒരു കറുത്ത വർഗ്ഗക്കാരിയായ പെണ്ണ് പ്രവാചകന്റെ അടുക്കലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് അവർ വന്നത്. അവർ നബീന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു രോഗമുണ്ട്. രോഗം മൂലം ഞാൻ ബോധം കെട്ട് വീഴുകയാണ്. അതുകൊണ്ട് നബിയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? ഇൻ ശിഅതി സ്വബർതി വലക്കിൽ ജന്ന. റസൂലുള്ള പറയാണ്, ഞാൻ നിനക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഞാൻ നിനക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? ഇൻ ശിഅതി സ്വബർതി വലക്കിൽ ജന്ന. നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? അവര് പറഞ്ഞു, നബിയെ, എനിക്കൊന്നും വേണ്ട, അസ്ബിറു, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവസാനം അവർ പറഞ്ഞു, നബിയെ, ഞാൻ ഈ രോഗം വരുമ്പോ ബോധം കെട്ട് വീകും, എന്റെ ഡ്രസ്സൊക്കെ ഔറത്തൊക്കെ വെളിവാകുന്നുണ്ട് നബിയെ, അത് കാണാതിരിക്കാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, അത് ഞാൻ ദുആ ചെയ്യാം. എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. ഹാരിസത്ത് ബിൻ സുറാഖയുടെ ചരിത്രം ഞാൻ എപ്പോഴും പറയുന്ന ചരിത്രമാണ്. ബദറിന്റെ തലേ ദിവസം സ്വഹാബത്ത് തെറ്റിദ്ധരിച്ച് അമ്പെയ്തപ്പോ അവിടുന്ന് പടഞ്ഞു വീണ് മരിച്ചതാണ് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. പിറ്റേന്ന് വിജയശ്രീലാളിതരായി മദീനയുടെ മണ്ണിലേക്ക് പ്രവാചകനും സഹാബത്തും കടന്നുവരുന്ന സമയത്ത് ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മയോട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോന് മരിച്ചത് ഷഹീദായിട്ടല്ല, ഏതോ സഹാബത്തിന്റെ അമ്പേറ്റ് മരിച്ചതാണ്, യുദ്ധത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മ കരിയാണ്, പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. പൊട്ടിപ്പൊട്ടിക്കരയുന്ന ഉമ്മനെ ആർക്കും സമാധാനപ്പെടുത്താൻ കഴിയുന്നില്ല. അള്ളാന്റെ റസൂല് വരികയാണ്. വരുന്ന സമയത്ത് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മ ഓടിച്ചെന്നു. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാന്റെ റസൂലെ, എന്റെ പ്രിയപ്പെട്ട മോന് ഹാരിസ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്നല്ലോ, എന്റെ ഹാരിസയുടെ സ്ഥിതി എന്താണ് നബിയെ? എന്റെ ഹാരിസയുടെ സ്ഥിതി എന്താണ് നബിയെ? ഷഹീദല്ല എന്നാണ് മക്കള് പറയുന്നത്. എന്താണ് റസൂലെ എന്റെ ഹാരിസയുടെ സ്ഥിതി? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഫഇൻ കാന ഫിൽ ജന്ന സബർതു, എന്റെ മകന് സ്വർഗം കിട്ടുമെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു, ഈ ഉമ്മ എനിക്കറിയില്ല, ഉമ്മാന്റെ കണ്ണെന്ന് എനിക്ക് കണ്ണീര് വരൂല, ഉമ്മന്റെ കവിളിലൂടെ എനിക്ക് കണ്ണീര് ഒലിക്കൂല, ഈ ഉമ്മ ഒരിക്കലൊന്നും പറയില്ല, എന്റെ മോന് സ്വർഗം കിട്ടുമോ നബി എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മനെ വിളിച്ചിട്ട് പറയാണ്, യാ ഉമ്മി ഹാരിസ, ഹാരിസയുടെ ഉമ്മ, ഇന്നഹാ ലൈസത്ത് ബി ജന്നത്തിൻ വാഹിദ വലാകിന്നഹാ ജിനാൻ. ഹാരിസക്ക് ഒരു സ്വർഗമല്ലുള്ളത്, ഹാരിസക്ക് സ്വർഗങ്ങളുണ്ട്. ആലോചിച്ചു, സ്വർഗമെന്ന സ്വപ്നത്തിന് മുമ്പിൽ എന്ത് ത്യാഗം സഹിക്കാനും, എന്തു പ്രതിബന്ധങ്ങൾ സഹിക്കാനും, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനും അതിജീവിക്കാനും സ്വർഗമെന്ന സ്വപ്നത്തിന് മുമ്പിൽ അവർ തയ്യാറായി. കാരണം അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്. ഇവിടെ ഇരിക്കുന്നവരോട് എന്നോട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്വർഗമാണോ സ്വപ്നം? ഒരു രാത്രിയെങ്കിലും വന്ന് പള്ളിയിലിരുന്നിട്ട് ഒന്ന് ഖുർആൻ ഓതിയിട്ട് മുസല്ലയിലിരുന്നിട്ട് ആകാശത്തിൽ കൈ ഉയർത്തിയിട്ട്, പടച്ചോനെ, ചെയ്തു ഈ തെറ്റുകൾ പുറത്തേരണ അല്ല, നീ പുറത്തേരാതെ ഞാൻ മരിച്ചാൽ നാളെ ഖബറിൽ ഞാൻ പ്രയാസപ്പെടും, നാളെ ആഖിറത്തിൽ പ്രയാസപ്പെടും, എന്റെ വിചാരണയിൽ ഞാൻ കുടുങ്ങിപ്പോകും പടച്ചോനെ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ, ആ കരഞ്ഞ കണ്ണുണ്ടല്ലോ, നാളെ നരകം പറയാണ്, ആ കണ്ണെനിക്ക് വേണ്ട. അള്ളാനെ ഓർത്ത് കരയുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണെനിക്ക് വേണ്ട എന്ന് നാളെ നരകം പറയുമെന്ന് ഞാനല്ല പറഞ്ഞത്. ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാനെ ഓർത്ത് കരയുന്ന കണ്ണീരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളികൾ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 തുള്ളിയുണ്ട്. അതിലൊരു തുള്ളി എന്താ അറിയോ? അള്ളാനെ ഓർത്ത് കണ്ണെന്നൊലിപ്പിക്കുന്ന കണ്ണീര്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളിയാണ്. അള്ളാന്റെ മാർഗത്തിൽ ശത്രുവിനോട് പോരടിച്ച് ശരീരത്തുനിന്ന് ഒലിക്കുന്ന രക്തം ഉണ്ടല്ലോ, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2ാമത്തെ തുള്ളി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി അള്ളാഹിനെ ഓർത്തിട്ട് കണ്ണെന്ന് വരുത്താൻ ഈ റമദാനിന്റെ ഇനിയുള്ള ദിവസമെങ്കിലും എനിക്കും ഇങ്ങൾക്കും സാധിക്കണം. ഈ ആകാശത്ത് നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ദിവസം രാത്രി പ്രസംഗിക്കാൻ ഞാൻ നിൽക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്ത് എന്നെ വിളിക്കുന്നത്. എന്റെ സുഹൃത്തിന്റെ ഒരു ഏറ്റവും അടുത്ത ബന്ധു സൗദി അറേബ്യയിൽ വെച്ച് ഉംറ കഴിഞ്ഞിട്ട് അറ്റാക്കായി മരിക്കാൻ. അവര് പരിശോധിച്ചപ്പോ പറയാണ്, അറ്റാക്കൊന്നല്ല, ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് എന്തോ ഒരു ശ്വാസം നിലച്ചു, ഇവിടെ ഒരു കഴുത്തിന്റെ ഇവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ ആയി വന്നു, പിന്നെ അങ്ങോട്ട് മരിച്ചു. പരിശോധനകളൊക്കെ നടത്തിയൊക്കെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ നോക്കി, എത്ര മരണം. 32 വയസ്സുള്ള ആൾ മരിക്കുന്നു, 37 വയസ്സുള്ള ആൾ മരിക്കുന്നു, 20 വയസ്സുള്ള ആൾ മരിക്കുന്നു. ഇങ്ങനെ മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയുസ് ഞമ്മക്കൊക്കെ അള്ളാഹ് നിശ്ചയിച്ചത് എത്രയെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. മരിക്കുന്നതിന് മുമ്പ്
മനുഷ്യന്മാരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച്, മാതാപിതാക്കളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച്, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച്, സമൂഹത്തെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് നമ്മുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും തൃപ്തിയുള്ള മനുഷ്യനായിട്ട് ഈ ലോകത്തോട് വിട പറയാൻ പറ്റുമ്പോഴാണ് നമുക്ക് പരലോകത്ത് സ്വർഗം കിട്ടുള്ളൂ. നബിതങ്ങൾ പറയാണ്, ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ സഹാബത്ത് എല്ലാവരും കൂടെ മയ്യത്തിന്റെ നല്ലതിങ്ങനെ പറയാ. നല്ലതിങ്ങനെ പറയുന്നത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വജബത്ത് വജബത്ത് വജബത്ത്. സ്വഹാബിമാര് ചോദിച്ചു, എന്താണ് നബിയെ നിർബന്ധം നിർബന്ധം എന്ന് പറയുന്നത്? നബിതങ്ങൾ പറയാണ്, വജബത്ത് ലഹുൽ ജന്ന, ഓന് സ്വർഗം നിർബന്ധാണ്. സമൂഹത്തിലെ സ്വാലിഹീങ്ങളായ 3 കുറയാത്ത സ്വാലിഹീങ്ങൾ ഒരു മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധാണെന്നാണ് നബിതങ്ങൾ പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവരോട് സഹോദരങ്ങളെ, റമദാൻ വിട പറയാണ്, പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാണ്. നമ്മളെ പറ്റി നമ്മളെ നാട്ടുകാർ പറയുന്നത് എന്താ? ഓൻ കഞ്ചാവിന് അഡിക്റ്റാണ്, ഓൻ ലഹരി വിൽപ്പനക്കാരനാണ്, ഈ നാട്ടിലെ സകല കുട്ടികളെയും പിഴപ്പിച്ചത് അവനാണ്, അവന്റെ വലയപ്പെട്ടതാണ്, എന്റെ മോനിങ്ങനെ വൃത്തികേടിലെത്താൻ കാരണം എന്ന് പറയുന്നൊരവസ്ഥ നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കൊരിക്കലും ഉണ്ടാകരുത്. വാപ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാപ്പ ഞങ്ങളെ സ്നേഹിക്കാത്ത വാപ്പിയാണ്, ദീന് പഠിപ്പിക്കാത്ത വാപ്പിയാണ്, പള്ളിയിൽ പോകാത്ത വാപ്പിയാണ്, ഞങ്ങളെ നന്മ പഠിപ്പിക്കേണ്ട ഞങ്ങളെ വാപ്പയല്ലേ. ഒരിക്കലും നമ്മുടെ മക്കൾ നമുക്കെതിരെ സംസാരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, പരലോകത്ത് ഈ മക്കളൊക്കെയും പടച്ചോനോട് പറയുന്നൊരു പ്രാർത്ഥന ഉണ്ട്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അരിനല്ലതീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി, ഞങ്ങളെ പിഴപ്പിച്ച ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, ഈ മിമ്പറിന്റെ മുകളിൽ നിന്നാണ് ഞാൻ പറയണത്. നാളെ എന്റെ മോൻ വരും പരലോകത്ത്, നിങ്ങളെല്ലാരും മക്കളും പരലോകത്ത് വരും. എന്നിട്ട് പടച്ചോനോട് പറയും മക്കള്, എന്താ പറയാന്നറിയോ? പടച്ചോനെ, ഞങ്ങൾക്ക് ശരിയാവണ്ണം ദീന് പറഞ്ഞു തരാത്ത, നിസ്കാരം പഠിപ്പിക്കാത്ത, മദ്രസയെ പറഞ്ഞേക്കാത്ത, നന്മയിൽ പഠിപ്പിക്കാത്ത ഞങ്ങളെ വാപ്പാനെ ഉമ്മാനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളെ കാലിനടിയിലിട്ട് ഞങ്ങൾ അവരൊന്ന് ചവിട്ടട്ടെ എന്ന് മക്കള് പറയും. നമ്മളൊന്ന് ആലോചിച്ചോക്ക്, നമ്മളെ മോന്റെ കയ്യിലൊരു മുറി വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ മാറി നിന്നിട്ട് കരഞ്ഞോരെ ഞാനും നിങ്ങളും. മോനൊരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവൻ കരയുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ണീര് വന്നിട്ടുണ്ട്, എത്ര വേദനിച്ചിട്ടുണ്ട്, എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്തിനാ പ്രിയപ്പെട്ടവരെ 24 മണിക്കൂർ ഓടുന്നത്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? ഈ മക്കളാണ് നാളെ പരലോകത്ത് വന്നിട്ട് നമുക്കെതിരെ സംസാരിക്കുന്നത്. ഈ മക്കളാണ് നാളെ പരലോകത്ത് പടച്ചോനോട് പറയുന്നത്, വഅൽഅനഹും ലഅനൻ കബീറ, പടച്ചോനെ ഈ വാപ്പാനെ ഉമ്മാനെ ഏറ്റവും നന്നായി ശപിക്കണം. അങ്ങനെ ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ വരാതിരിക്കാൻ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുക്കണം. സ്നേഹം കൊടുക്കണം, ദീന് കൊടുക്കണം, പരിഗണന കൊടുക്കണം. അവർക്കെല്ലാ നന്മകളും പഠിക്കാനും ചെയ്യാനുമുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഒരിക്കലും അവർക്ക് നമുക്കെതിരെ സംസാരിക്കാനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ അവസാനിക്കാണ്, പെരുന്നാളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനമാണ് സക്കാത്തുൽ ഫിത്തർ. സക്കാത്തുൽ ഫിത്തറിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയാവുന്നവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ ഓരോരുത്തരും. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മുസല്ലയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സക്കാത്തുൽ ഫിത്തർ കൊടുത്തു വിട്ടുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു കാര്യം, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ഒക്കെ ഡ്രസ്സ് ട്രെൻഡിനനുസരിച്ചാണ് ഡ്രസ്സ്. ഒരിക്കലും ഇസ്ലാമിന് നിരക്കാത്തൊരു ഡ്രസ് കോഡ് നമ്മൾ സ്വീകരിക്കരുത്. പടച്ചോന് പൊരുത്തയില്ലാത്തൊരു ഡ്രസ് കോഡ് നമ്മൾ സ്വീകരിക്കരുത്. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ, ഇവിടുന്ന് തീരുമാനിക്കണം, എന്റെ വീട്ടിലെ കുടുംബനാഥൻ ഞാനാണ് കുടുംബനാഥൻ. നാളെ പടച്ചോന്റെ മുമ്പിൽ ഇത് എടുത്തു കൊടുത്തതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഞാനാണ്. ഈ ബോധത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് നിരക്കാത്ത വൃത്തികെട്ട വേഷം, വൃത്തികെട്ട സംസ്കാരം നമ്മുടെ മക്കളിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ വേറൊന്നും എന്താണെന്നറിയോ? അവസാനം വരുമെന്നറിയോ? പെരുന്നാളിന്റെ അന്ന് ചില ആൾക്കാരുടെ മുടിയൊക്കെ കാണാം 4 പാട് ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം ഇങ്ങനെ പൊന്തിച്ചു വെച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, 4 പാടും പഠിച്ച് നടുവിൽ ഇങ്ങനെ ഒരു ചട്ടി പോലെ വെക്കുന്നതിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഖസഇനെ വിരോധിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേഷത്തിലും അതേപോലെ തന്നെ സംസ്കാരത്തിലും ഡ്രസ് കോഡിലും എല്ലാം നമുക്ക് ഏറ്റവും മാതൃകായോഗ്യമായ ഒരു സംസ്കാരം ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. ആ പ്രഖ്യാപിക്കുന്നവരെ അതൊരിക്കലും വാചകങ്ങളിൽ മാത്രം നിലനിൽക്കേണ്ടതല്ല. അത് അക്ഷരം കൊണ്ട് വ്യാഖ്യാനിക്കാൻ, ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആ നമ്മൾ ചൊല്ലുന്ന കലിമ അന്വർത്ഥമാകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ചെറിയ പെരുന്നാളാകുമ്പോൾ നമുക്കറിയാം പെരുന്നാൾ നമസ്കാരത്തോടുകൂടി തക്ബീർ അവസാനിക്കുകയാണ്.
നമുക്ക് മാസം കണ്ടത് മുതൽ അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം വരെ നമുക്ക് എന്ത് ചെയ്യാം, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തക്ബീറുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ് ചെറിയ പെരുന്നാൾ. അതേപോലെ തന്നെ ചെറിയ പെരുന്നാൾ നമ്മൾ മുസല്ലയിലേക്ക് വരുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു വരലാണ് സുന്നത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പെരുന്നാൾ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വഴിയിലൂടെ വരികയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയും ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് സലാം പറയാനും ഈദിന്റെ സന്ദേശങ്ങൾ കൈമാറാനും ഈദിന്റെ ആശംസകൾ അറിയിക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കുടുംബ ബന്ധം ചേർക്കാൻ, അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയണക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ്, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അടുത്ത റമദാനിലും ഇതേപോലെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാനുള്ള ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പേരെടുത്ത് പറയേണ്ട പലരുമുണ്ട്. പേരിട്ട് പറയേണ്ട ഈ മുന്നിലിരിക്കുന്ന പലരുടെയും മാതാപിതാക്കളുണ്ട്, പിതാക്കളുണ്ട്, മാതാക്കളുണ്ട്. അവരിന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കണേ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. മക്കൾ മുഖേന നാളെ സ്വർഗത്തിൽ കിരീടം ലഭിക്കുന്ന, സ്വർഗത്തിന്റെ ഉടയാടകൾ ധരിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്, മനസാക്ഷി മരവിച്ചു പോകുന്ന വാർത്തകളാണ്. എത്ര പിഞ്ചോമന പൈതകളാണ് ചിന്നിച്ചിതറിപ്പോകുന്നത്. അല്ലാഹുവേ, ആ നാടിന് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഖുദ്സിന്റെ മണ്ണിനെ വിജയിക്കാനുള്ള ഖുവ്വത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കണമേ. ആ നാട്ടിൽ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, ഏറ്റവും നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك.